എന്തെല്ലാം പ്രോഗ്രാംസ് ഉള്ളതാണ് അല്ലേ? നീ പറഞ്ഞാൽ എനിക്ക് എന്തോ ചോദിക്കാണ്ടോ? അല്ല, പുതിയ വിശേഷങ്ങളാണ്. പുതിയ വിശേഷമൊന്നും പറയാനായിട്ടില്ല. അക്ബറിന്റെ കല്യാണം ഞങ്ങൾ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. വന്നിട്ടില്ല. വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ എന്തൊക്കെയാ നിങ്ങളെപ്പോഴും ഞങ്ങൾ കുറച്ച് നിങ്ങൾ ഫുഡ് കഴിച്ചാൽ മലപ്പുറം മിക്കവാറും ഞാൻ തൂക്കും. കള്ള ഈ വേണ്ടാത്ത എന്നെ കൊണ്ട് ഞാൻ ഒരു ബീഫ് ഫ്രൈയും പന്നി ഫ്രൈയും പറയാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് അതൊന്നും എടുത്ത് കിട്ടൂല. എന്താ പുതിയ വിശേഷം? സിനിമയിലൊക്കെ ഉണ്ടോ? നീ ആരെങ്കിലും പറഞ്ഞൊരു ചാൻസ് വാങ്ങിയതാണാ? ഷാനിക്കപ്പ് ബീഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയായി തുടങ്ങി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബീഫ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് പേടിയാവും, അല്ലെങ്കിൽ ഒന്ന് സുഡാപ്പിയാവും, അല്ലെങ്കിൽ വേറെ രീതിയിൽ ബീഫിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇഷ്ടമുള്ളവർ കഴിക്കാൻ, ഇഷ്ടമില്ലാത്തവർ കഴിക്കണം. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ റീസെന്റ് അഖിൽമാരാർ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതായത് സ്ത്രീകളുടെ പ്രസവം ഭയങ്കര സുഖമായിട്ട് നടത്തേണ്ട കാര്യമാണ്, അത് ഹോസ്പിറ്റലിലാണ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്ന രീതിയിൽ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. അത് ഭയങ്കര രീതിയിൽ നെഗറ്റീവായിട്ട് പുള്ളിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അഖിൽമാരാർ അങ്ങനെ എന്റേതായുള്ള കുറെ കാര്യങ്ങളിൽ കൂടി നടക്കുന്നു. എന്താണ് പറഞ്ഞത്? അതന്നെ, ഈ പ്രസവം എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് എൻജോയ് ചെയ്യേണ്ട കാര്യമാണെന്നാണ് ഉള്ളി പറഞ്ഞത്. പക്ഷെ ഹോസ്പിറ്റലുകളാണ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിലാണ് ഉള്ളി പറഞ്ഞത്. പണ്ടത്തെ പ്രസവം പറയുന്ന എനിക്ക് തോന്നുന്നില്ല, എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് വന്നതായിരിക്കും. പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വാളിച്ചു നോക്കിയത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയൊക്കെ പറയുന്ന ആളല്ലായിട്ട് എനിക്ക് തോന്നിയില്ല. പുള്ളി അതിന്റെ പേരിൽ ഭയങ്കര എയർലി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എല്ലാവരും വിമർശിച്ചുകൊണ്ട് ഇപ്പൊ സായിച്ചാട്ടാണുണ്ട്, സായി ബ്രോയെ അടക്കം വിമർശിച്ച് വീഡിയോ ഇട്ട്, ഷിയാസ് കരീം വീഡിയോ ഇട്ട്, എല്ലാവരും തന്നെ പറയുന്നത് എന്താ പറഞ്ഞത് ഇയാൾക്കെതിരെ, അഖിൽമാരാർക്കെതിരെ ഞാൻ ആർക്കും എതിരെയൊന്നുമല്ല. ആ വിമർശനത്തിനെതിരെ, ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. പഴയ കാലത്ത് സ്ത്രീകൾ വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പ്രസവം. ഇന്നത്തെ കാലത്ത് കുറേ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നു. അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എനിക്കിങ്ങനെ ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. സുഖപ്രസവങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. എന്താ പ്രശ്നം? കോംപ്ലിക്കേറ്റഡ് ആയുള്ള പ്രസവങ്ങൾ പണ്ടും ഉണ്ടായിട്ടില്ലേ? എനിക്കറിയില്ല. പിന്നെ എനിക്ക് എൻ്റെ പെങ്ങന്മാരുടെ ഭാര്യൻ്റെ ഒക്കെ അടുത്തറിയുള്ളൂ. അതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നമൊന്നും ഇല്ല. ഞാൻ മെയ് 4 പ്രതീക്ഷ നല്ല ഭരണം വരട്ടെ. നമുക്ക് ഗുണം വരുന്ന 10 വർഷത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഭരണം മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉള്ള ഭരണം മോശമാണെന്നുള്ളത്? ഇല്ലാത്ത ഭരണമാണ്. നിങ്ങൾ എന്നെ കൊണ്ട് അങ്ങനൊന്നുമില്ല. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ഓരോ കാലഘട്ടത്തിലും ഓരോ നമ്മുടെ ഭരണത്തിന് ഓരോ മറ്റേ എന്താ പറയുക, ഗുണങ്ങളും വന്നിട്ടുണ്ട്, ദോഷങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് വികസനങ്ങളൊക്കെ വന്നിട്ടില്ലേ? വിദ്യാഭ്യാസ മേഖല, ഹോസ്പിറ്റൽ, റോഡ്, കുറേ വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഇലക്ഷനിൽ വികസനം ചർച്ചയായിട്ടില്ലല്ലോ. അത് ചർച്ചയാകാത്തതിൻ്റെ കാരണം ഞങ്ങൾക്ക് തോന്നുന്നു വികസനം നന്നായിട്ട് ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. എന്തായാലും ആര് വന്നാലും നമുക്ക് നല്ലത് വരണം അല്ലേ? എല്ലാവർക്കും നമ്മൾ എല്ലാ പാർട്ടിക്കാർക്കും ആശംസ അറിയിക്കുന്നു. ആരാണ് നല്ലത് ചെയ്യുന്നത് വെച്ചെങ്കിൽ നല്ലതിൻ്റെ കൂടെ ജനങ്ങളുണ്ടാവും അല്ലേ? അത്രേ. അവരൊക്കെ ജയിക്കുമെന്നുള്ളതിനെ പറ്റി അവരൊക്കെ നമ്മുടെ നിയമസഭയിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒത്തിരി സെലിബ്രിറ്റീസ് എത്തിയിട്ടുണ്ടല്ലോ. നമ്മുടെ മന്ത്രി ഗണേശ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, ബിഗ് ബോസ് താരങ്ങളെ റോബിന് ബിഗ് ബോസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട്, ബിഗ് ബോസിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മത്സരിക്കാതിരിക്കേണ്ട ക്വാളിറ്റി ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വിജയിക്കുമോ? അത് ജനങ്ങളല്ല തീരുമാനിക്കുക. ഞാൻ എന്തോ അത് ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. നമുക്ക് 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്താൽ അവസരം കിട്ടി കളിക്കാൻ മത്സരിക്കുമോ? നിയമസഭ ഇലക്ഷൻ, നാട് ഭരിക്കുക, ഒരു ജനപ്രതിനിധി ആവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അത് നമ്മൾ ഈസി ആയിട്ട്, അഭിനയം ഈസിയാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് ജനങ്ങളെ സേവിക്കുന്ന ഒരു സാധനമല്ലേ. അതിൽ ചെറിയൊരു അപാകത വന്നാൽ പോലും അത് ഭയങ്കര വിഷമം വരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര പേടിയാണ്. ഇനി ഏതെങ്കിലും കാലത്ത് എന്നെ പിടിച്ച് വല്ല മുഖ്യമന്ത്രി ആക്കാമെന്ന് പറ്റണമെന്നുണ്ടെങ്കിൽ